ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഭയങ്കര ഹെവി ആയിട്ട് ഫൗണ്ടേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറാണ് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1000 റുപ്പീസാണ്. എത്ര ഓഫർ വന്നാലും ഇതിൻ്റെ പ്രൈസ് അങ്ങനെ കുറയുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ എപ്പോഴും നൈക്കയിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫോമുല തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ദെൻ യൂസ് ചെയ്യുന്ന ഡെർമക്കോൻ്റെ ഒരു സൺസ്ക്രീനാണ്. നമുക്കറിയാം ചൂടാണെങ്കിൽ അല്ലെങ്കിലും സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ബോട്ടിലൊക്കെ തീരാറായിട്ടുണ്ട്. പിന്നെ എന്തായാലും വേറെ ഏതെങ്കിലും സൺസ്ക്രീൻ മാറ്റി യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ട്. ആൻഡ് ദെൻ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തു. ആൻഡ് ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമറായിട്ട് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നോർമലി മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ഞാനങ്ങനെ പ്രൈമറായിട്ട് അപ്ലൈ ആക്കാറുണ്ടായില്ല. ഞാനൊരു ഹൈലൈറ്ററായിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളൂ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം. ബട്ട് ഇന്ന് പ്രൈമറായിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. കാരണം എനിക്കങ്ങനെ ഫേസിൽ ഒരുപാട് ഹെവി ആയിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഇട്ടിട്ട് അങ്ങനെ ഹെവി ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് നമ്മൾ ഭയങ്കര ഒക്കേഷനിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് വീട് വരെ പോകാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ഞാൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് മറന്നു, ഞാൻ അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കൺസീൽ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡ് സേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കൺസീലർ. ആൻഡ് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ അണ്ടർ ഐസിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ വേറെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിലൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ടൈം ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേഗം തന്നെ റെഡി ആവണമായിരുന്നു. അതിന് ഫുഡ് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടീൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാജലാണ്. ആര് ചോദിച്ചാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാജലാണ് കേട്ടോ. നല്ല, അതായത് ലൈക്ക് ഒരുപാട് അങ്ങനെ സ്മഡ്ജ് ഒന്നും ആവാറില്ല. നല്ല ഒരു ഡാർക്ക്നെസ് തരുന്ന ഒരു കാജലാണ്. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്യാറുള്ളൂ. ഇടയ്ക്ക് മാത്രമാണ് ഐലൈനർ ഇപ്പോൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. പിന്നെ എന്തായാലും ഇതായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ബ്ലഷാണ്, പിക്സിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലഷ്. നല്ലൊരു ഹൈഡ്രേറ്റിംഗ്, ലൈക്ക് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന ആ ഒരു ടെക്സ്ചറിൽ വരുന്ന ഒരു ബ്ലഷാണ്. നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ചീക്കിലും അതുപോലെ തന്നെ നോസിലും ലോവർ ലിപ്പ് ഏരിയ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1950 ആണ്. ബട്ട് നിങ്ങൾക്ക് ഓഫറിലൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ വാങ്ങിച്ചത് 1950-ക്കാണ്. നല്ല ക്യാഷിന് നല്ല വേർത്താണ് ആ ബ്ലഷ്. ദെൻ ഒരു ഐലാഷസ് കളർ വെച്ചിട്ട് ഐലാഷസൊക്കെ കേൾ ചെയ്തു. ദെൻ മെബിലിൻ്റെ കൊളോസൽ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഹെവി ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് 1 കോട്ട് മാത്രം യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് എൻ്റെ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈലിംഗ് ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ആക്കൽ. കാരണം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് വന്നിട്ട് ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഞാനിപ്പോൾ കുറേ വീഡിയോസിൽ ഈ സെയിം ലിപ് ഷെയ്ഡ് തന്നെയാണ് യൂസ് ആക്കൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിത് ഡബിൾ കോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ചൊരു ടൈമിലേക്കാണ്. ബട്ട് ഒരു 8 to 12 hours നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.